കാടും മലയും പുഴയും ഒക്കെ താണ്ടി നമ്മളിന്ന് കാണാൻ പോകുന്നത് മധ്യപ്രദേശിലെ നീലാകാശവും പച്ച കൃഷിയിടങ്ങളും ചുവന്ന ഭൂമിയുമാണ്. വെൽക്കം ടു MB ബ്ലോഗ് പാർട്ട് 7. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മിനി കാശ്മീർ ഓഫ് മധ്യപ്രദേശ് എന്നറിയപ്പെടുന്ന നരസിംഹഗഡിലേക്കാണ് കേട്ടോ. മാൾവ പീഠഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം പണ്ടൊരു രാജ്യം തന്നെയായിരുന്നു കേട്ടോ. 17-ാം നൂറ്റാണ്ടിൽ ദേവൻ പരശുരാം എന്നറിയപ്പെടുന്ന രാജാവാണ് 45 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ഈ കോട്ടയും ഈ കാണുന്ന തടാകവും ക്ഷേത്ര നഗരവും രാജഭരണ സംവിധാനവും ഉണ്ടാക്കിയെടുത്തത്. അദ്ദേഹം കടുത്ത നരസിംഹ ഭക്തനായതുകൊണ്ട് തന്നെ ഈ കോട്ടയ്ക്ക് നരസിംഹഗഡ് എന്ന പേര് നൽകി. രാജ്പുത് വംശജർ തന്നെയായിരുന്നു ഇവിടുത്തെ ഭരണാധികാരികൾ അത്രയും. റാവട്ട് പരശുറാംജി, മോഡി സിംഗ്ജി, രാജ അർജുൻ സിംഗ് തുടങ്ങിയവർ. ഈ കൊട്ടാരത്തിലെ 100-ൽ പരം മുറികളും ജനാലകളും ഇടനാഴികളും ഓരോ മനോഹര കാഴ്ചകളിലേക്കാണ് തുറക്കപ്പെടുന്നത്. അത് നോക്കി ഈ ജനാലയ്ക്കരികിലിരുന്നാൽ സമയം പോകുന്നത് അറിയില്ല കേട്ടോ. ഇത്രയേറെ മുറികൾ ഉണ്ടെങ്കിലും ഭൂമിക്ക് മുകളിലേക്കുള്ള മുറികൾ മാത്രമേ ഇവിടെ തുറന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അണ്ടർഗ്രൗണ്ടിലാണ്. പലതും പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിനാൽ അങ്ങോട്ടേക്ക് കടക്കാൻ പെർമിഷൻ ഇല്ല. ഈ കാണുന്ന തടാകത്തിലേക്ക് കടക്കാൻ കോട്ടയിൽ നിന്നും പ്രത്യേകം വഴികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു മാൻമെയ്ഡ് ലേക്കാണ് കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് പോയതുകൊണ്ടും കൂടെ നമുക്കൊരു ഗൈഡ് ഉണ്ടായിരുന്നത് കൊണ്ടും നമുക്ക് പുറത്തേക്ക് കടക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ ഒറ്റയ്ക്ക് വന്നാൽ ഈ കണക്കില്ലാത്ത ഇടനാഴികൾ നമ്മളെ വഴിതെറ്റിക്കും കേട്ടോ. എന്നിരുന്നാലും മലമുകളിലുള്ള ഈ ക്ഷേത്ര നഗരി അന്നത്തെ ഹിന്ദു രാജ്പുത് രാജാക്കന്മാരുടെ പ്രതാപത്തെ വിളിച്ചോതുന്ന ഒന്ന് തന്നെയാണ്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണെങ്കിലും അതേ രാജപ്രൗഢിയിൽ തന്നെ ഇന്നും ഈ കൊട്ടാരം നിലനിൽക്കുന്നു. 1681 നിർമ്മിക്കപ്പെട്ട ക്ഷേത്ര നഗരിയും ഈ കൊട്ടാരവും കാണാൻ കഴിയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. വലിയ കേടുപാടുകളൊന്നും കൂടാതെ അതേ രാജപ്രൗഢിയോടുകൂടി ഇന്നും ഈ കൊട്ടാരം നിലനിൽക്കുന്നുവെങ്കിൽ അന്നത്തെ രാജശില്പിയെയും വാസ്തുശാസ്ത്രത്തെയും നിർമ്മാണ കലയെയും അഭിനന്ദിക്കാതെ വയ്യ. 300 വർഷം പഴക്കമുണ്ട്. പണ്ടത്തെ രാജാവ് പണിതതാണ്. 300 വർഷം മുന്നേ പണിതതാണ്. കുറേയൊക്കെ നശിച്ചിരിക്കുന്നു, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ഭയങ്കര നല്ല ഭംഗിയുണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കാടിനുള്ളിലെ ഒരു ജമ്മാണെന്ന് പറയും. ഇത്ര നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ആദ്യമായാണ് ഒരു മലയാളം വ്ലോഗ് തന്നെ വരുന്നത്. അതിനാൽ തന്നെ അപരിചിതമെങ്കിലും ഈ അതിമനോഹരമായ സ്ഥലത്തെ എൻ്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിൽ സന്തോഷം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം കേട്ടോ.